ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ആവശ്യം ഇന്ത്യ തള്ളിയേക്കും. രാജ്യത്ത് പടർന്ന വിപ്ലവത്തെ ഹസീന അടിച്ചമർത്താൻ ശ്രമിച്ചെന്നും പുതിയ 9 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് ഇന്ത്യയെ അറിയിച്ചു. യുദ്ധക്കുറ്റങ്ങളിൽ നടപടി സ്വീകരിക്കാൻ ഷെയ്ഖ് ഹസീന സ്ഥാപിച്ച ട്രിബ്യൂണൽ നിലവിൽ അവർക്കെതിരെ അന്വേഷണം നടത്തുകയാണ്. ഹസീനയുടെ ഭരണം രാജ്യത്തിന്റെ പുരോഗതിയെ അടിച്ചമർത്തിയെന്ന ആക്ഷേപവും BNP ശക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ ഹസീനയെ വിചാരണ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നിയമപരമായ വഴിയിലൂടെ അവരെ കൈമാറണം. ഇന്ത്യക്ക് നൽകിയ സന്ദേശത്തിൽ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം ആവശ്യം ഇന്ത്യക്ക് നിരസിക്കാം. ഉത്തമ വിശ്വാസത്തിലും നീതിക്കുമായ എല്ലാ നടപടിയെന്ന വിലയിരുത്തി ആവശ്യം തള്ളാനാണ് നീക്കമെന്ന സൂചനയുണ്ട്. ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹസീനയിലേക്ക് സംഭാഷണം നീങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു. അതേസമയം ഷെയ്ഖ് ഹസീന എത്ര കാലം കൂടി ഇന്ത്യയിൽ കാണുമെന്നോ എവിടെയാണ് പാർപ്പിച്ചിട്ടുള്ളതെന്നോയുള്ള വിവരം സർക്കാർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അതിനിടെ ഷെയ്ഖ് ഹസീനയുടെ നയന്ത്ര പാസ്പോർട്ട് ബംഗ്ലാദേശ് റദ്ദാക്കി. ഇതോടെ അവരുടെ വിദേശയാത്രകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹസീനയുടെ ഭരണകാലത്തെ MP-മാരുടെയും നയന്ത്ര പാസ്പോർട്ടുകൾ റദ്ദാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ആഭ്യന്തര വകുപ്പിന്റേതാണ് തീരുമാനം. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായാണ് നയന്ത്ര ചട്ടക്കൂട് പൊളിച്ചെഴുതുന്നത്. സാമ്പത്തിക നൊബേൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനുസാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരി. അതിനിടെ ബംഗ്ലാദേശിലെ കിഴക്കൻ അതിർത്തി ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണെന്ന ആരോപണവുമായി ബംഗ്ലാദേശ് സർക്കാർ രംഗത്തെത്തി. ത്രിപുരയിലെ ഗുംതി നദിയിലെ ദുംബൂർ അണക്കെട്ട് തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ അതിർത്തിയിലെ ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമെന്നാണ് ബംഗ്ലാദേശ് കുറ്റപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശിന്റെ ആരോപണങ്ങളെ ഇന്ത്യ തള്ളി. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനെതിരെ സംസാരിക്കരുതെന്ന ഇന്ത്യൻ സർക്കാർ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ നിസ്സഹകരണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഇടക്കാല സർക്കാരിന്റെ ഉപദേശകരിൽ ഒരാളായ മുഹമ്മദ് നസീം ഇസ്ലാം ആരോപിച്ചു. മുൻകൂർ അറിയിപ്പ് നൽകാതെയും തയ്യാറെടുപ്പിന് സമയം നൽകാതെയുമാണ് അണക്കെട്ട് തുറന്നതെന്നും ഇന്ത്യ മനുഷ്യത്വരഹിതമായ സമീപനമാണ് കൈക്കൊണ്ടതെന്നും നഹീദ് ഇസ്ലാം പറഞ്ഞു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ യൂനുസ് വിളിച്ചു വരുത്തിയതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുതെന്നും ഉപേക്ഷ പ്രോട്ടോകോൾ അനുസരിച്ച് ബംഗ്ലാദേശിന് തത്സമയ വെള്ളപ്പൊക്ക ഡാറ്റ നൽകുന്നത് ഇന്ത്യ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും ചെറുതും വലുതുമായ 54 നദികളാണ് പങ്കിടുന്നത്. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഗുംതി നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ വർഷത്തെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തതെന്നും വെള്ളപ്പൊക്കത്തിന് പ്രധാനമായും കാരണം അണക്കെട്ടിന് താഴെയുള്ള വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിന് 120 കിലോമീറ്റർ മുകളിലായി അതിർത്തിയിൽ നിന്ന് വളരെ അകലെയാണ് അണക്കെട്ട്. ഏകദേശം 30 മീറ്റർ മാത്രം ഉയരമുള്ള അണക്കെട്ടാണ് ഇത്. ഏകദേശം 120 കിലോമീറ്റർ നദീതീരത്ത് അമർപൂർ, സോനാമുറ 2 എന്നിവിടങ്ങളിൽ ഞങ്ങൾക്ക് 3 ജലനിരപ്പ് നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഗസ്റ്റ് 21 മുതൽ ത്രിപുരയിലും ബംഗ്ലാദേശിന്റെ സമീപ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണെന്നും തത്സമയ വെള്ളപ്പൊക്ക ഡാറ്റ ബംഗ്ലാദേശിന് കൈമാറുന്നുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി. 1956 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്നത്. തലസ്ഥാനമായ അഗർത്തലയുടെ 80% വെള്ളത്തിലായി. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.